IASകാരിയായ ദിവ്യ എസ് അയ്യർ മുൻ മന്ത്രിയും നിയുക്ത MP-യുമായ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം വൈറലാണ്. പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് IASകാരിയായ യുവതി ദളിതൻ കൂടിയായ മുൻ മന്ത്രിയെ ആശ്ലേഷിക്കുന്ന ചിത്രം. അയ്യർ എന്ന് പേരിൻ്റെ വാലറ്റം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരുണ്ട്. IASകാരി ആയതുകൊണ്ട് ചർച്ച ചെയ്യുന്നവരുണ്ട്. കെ രാധാകൃഷ്ണൻ ദളിതനായതുകൊണ്ട് ചർച്ച ചെയ്യുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആലിംഗനം ചെയ്യുന്നത് അത്ര വലിയ വാർത്തയൊന്നുമല്ല. കേരളം വിട്ടാൽ നമ്മുടെ രാജ്യത്ത് പോലും പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്ന് മാത്രമാണിത്. നമ്മുടെ വൻ നഗരങ്ങളിൽ ഡൽഹിയിലായാലും ബോംബെയിലായാലും കൽക്കട്ടയിലായാലും എന്തിന് നമ്മുടെ അയൽ സംസ്ഥാനമായ മദ്രാസിലുമെല്ലാം പുതിയ തലമുറ ഇതൊന്നും വലിയ വിഷയമായി കാണാറില്ല. വിദേശ രാജ്യങ്ങളിൽ ആണും പെണ്ണും കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം ആശ്ലേഷിച്ചും ചുംബിച്ചും ഒക്കെ തന്നെയാണ് സ്വീകരിക്കുക. ഇതൊക്കെ ഇപ്പോഴും വലിയ ചർച്ചയായി കൊണ്ടു കിടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. പക്ഷേ ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. കാരണം നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലപ്പത്തുള്ള ആളുകളാണ് IASകാർ. പൊളിറ്റിക്കൽ ആയിട്ട് ഡെമോക്രസിയുടെ തലപ്പത്തുള്ള ആളുകളാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും. അപ്പോൾ ഡെമോക്രസിയുടെ തലപ്പത്ത് MP മുതൽ പ്രധാനമന്ത്രി വരെയുള്ളവരും MLA മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരും ഉണ്ട്. സിവിൽ സർവീസ് രംഗത്താണെങ്കിൽ ജില്ലാ കളക്ടർ മുതൽ ചീഫ് സെക്രട്ടറി വരെയും കേന്ദ്രത്തിലാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെയും ഉള്ളവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് മേധാവികൾ. അപ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പരസ്പരം സഹകരിക്കണം. പക്ഷേ ഇവർ പരസ്പരം ആശ്ലേഷിക്കുന്നത് അപകടകരമാണ്. കാരണം ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഗുരുതരമായ സ്ത്രീപീഡന ആരോപണം ഉണ്ടായി. സുപ്രീം കോടതിയിലെ ജീവനക്കാരി തന്നെയാണ് പരാതി നൽകിയത്. ആ പരാതി കേട്ടതും തീർപ്പ് കൽപ്പിച്ചതും അദ്ദേഹം കൂടി, ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട ബെഞ്ചാണ്. അത് അതിവിചിത്രമായിരുന്നു. നമ്മുടെ സ്ത്രീപീഡന നിരോധന നിയമം അനുസരിച്ച് ആരോപണ വിധേയർ ആരായാലും അവർ മാറി നിന്നുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പും വിചാരണയും തീരുമാനവും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിനേക്കാൾ വിചിത്രം, ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം 6 മാസങ്ങൾക്കുള്ളിൽ രാഷ്ട്രപതി അദ്ദേഹത്തെ MP ആയി, രാജ്യസഭ MP ആയി നോമിനേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ജുഡീഷ്യറിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഉദാഹരണമായിരുന്നു ആ സംഭവം. ഇന്ന് അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. അപ്പം നമ്മുടെ ബഹുമാന്യരായ കോടതികൾ തീർച്ചയായും അവരുടെ സർവീസ് കാലം അവസാനിച്ചാൽ രാഷ്ട്രീയത്തിലോ മറ്റോ കടന്നു വരുന്നത് ധാർമ്മികമായി ശരിയല്ല. മറ്റ് ജോലികൾ സ്വീകരിക്കുന്നതും ശരിയല്ല. അതാണ് നമ്മുടെ കീഴ്വഴക്കം. പക്ഷെ ആ കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് തന്നെ രാജിവെച്ച് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹത്തെ പക്ഷേ ജനം തള്ളിക്കളഞ്ഞു. അപ്പോൾ രാജിവെച്ച് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അപ്പോൾ ജനങ്ങളുടെ കോടതി ആ കോടതിയെ അംഗീകരിച്ചില്ല, MP ആയി അംഗീകരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പരസ്പരം കലഹിക്കാൻ പാടില്ല. പക്ഷേ അവർ പരസ്പരം കെട്ടിപ്പുണരാനും പാടില്ല. കാരണം ഈ 3 കൂട്ടരും സ്വതന്ത്രമായി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുക. കാരണം ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ അവർ തമ്മിൽ
അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായാൽ അവിടെ പുറത്താക്കപ്പെടുന്നത് ജനങ്ങളാണ്. ഈ രണ്ട് സംവിധാനങ്ങളും പരാജയപ്പെടുമ്പോഴാണ് നാം അഭയം തേടി ജുഡീഷ്യറിയെ സമീപിക്കുന്നത്. ആ ജുഡീഷ്യറി കൂടി ഈ പറയുന്ന ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അഭയം എവിടെയാണ്? പിന്നീട് അഭയം നാലാം തൂണ് എന്ന് നാം പറയാറുള്ള മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളും കൂടി ഈ മൂന്ന് സംവിധാനങ്ങളോടൊപ്പം സഞ്ചരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ലെജിസ്ലേച്ചറിൽ വരുന്ന അപാകതകൾ, നിയമനിർമ്മാണ സഭകളിൽ വരുന്ന അപാകതകൾ ചൂണ്ടിക്കാണിക്കാനോ അത് തിരുത്താനോ എല്ലാം സഹായിക്കേണ്ട ഉത്തരവാദിത്വവും ഭരണനിർവഹണ ഉത്തരവാദിത്വമാണ് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവർക്കുള്ളത്, എക്സിക്യൂട്ടീവിനുള്ളത്. ആ എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും പറ്റുന്ന അപാകതകൾ, വീഴ്ചകൾ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഏക വേദിയാണ് ബഹുമാന്യരായ കോടതികൾ. ചെറിയ കോടതിയായാലും സുപ്രീം കോടതി ആയാലും എല്ലാം പലപ്പോഴും അവസാന അഭയം എന്നുള്ള നിലയിലാണ് പൗരന്മാർ, സർക്കാരുകൾ പോലും കോടതികളെ സമീപിക്കുന്നത്. ഈ മൂന്ന് സംവിധാനങ്ങളും പരാജയപ്പെടുമ്പോഴാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന മാധ്യമങ്ങളുടെ പ്രസക്തി. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് ഈ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പോൾ നമ്മുടെ ലാൻഡ് ഓർഡർ തന്നെ തകർന്നു പോകും. അപ്പോൾ അവർ അവസാന പ്രതീക്ഷ അർപ്പിക്കുന്നത് ജുഡീഷ്യറിയിലും മാധ്യമങ്ങളിലുമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപജയം ഈ മൂന്ന് സംവിധാനങ്ങളും അഴിമതിക്കുള്ളിലും സ്വജനപക്ഷപാതത്തിലും വീണിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് ഇന്ത്യൻ ജനാധിപത്യം ആഗ്രഹിക്കുന്നത്. അതിന് ജനങ്ങളെ പ്രാപ്തരാക്കേണ്ട മാധ്യമങ്ങളാകട്ടെ, മാധ്യമങ്ങളും അഴിമതി ആരോപണങ്ങളിലും സ്ഥാപിത താല്പര്യങ്ങളിലും പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് IAS മുൻ പത്തനംതിട്ട കളക്ടർ കൂടിയായ ഒരു ഉദ്യോഗസ്ഥ, ഒരു മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MP ആയി പോകുന്ന K. രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം. ഒരു പുരുഷനും സ്ത്രീയും എന്ന നിലയിൽ, സുഹൃത്തുക്കൾ എന്ന നിലയിൽ അവർക്ക് എന്തുമാകാം. പക്ഷേ അവർ രണ്ടുപേരും പ്രോട്ടോകോൾ പാലിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നിൽക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഒരു അതിർവരം വിട്ടുകൊണ്ട് വേണം തീർച്ചയായും നേതാക്കളുമായും മന്ത്രിമാരുമായും ഇടപെടേണ്ടത്. മന്ത്രിമാരും അതുപോലെ തന്നെ ഒരു അതിർവരമ്പ് സ്വയം നിർണയിക്കുന്ന ഒരു ലക്ഷ്മണരേഖ വരച്ചുകൊണ്ട് വേണം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോടും ഇടപഴകാൻ. അപ്പോൾ അങ്ങനെയുള്ള അതിർവരമ്പുകളും ലക്ഷ്മണരേഖകളും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രം. ഈ ഒരു സംഭവത്തെ അത്തരത്തിൽ നോക്കിക്കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.